വ്യാഴാഴ്ച രാത്രി തലസ്ഥാന നഗരിയിലെ ട്രിവാൻഡ്രം ക്ലബിന് മുന്നിൽ വെച്ച് താൻ ഓടിച്ചിരുന്ന വാഹനം ഇടിച്ച് യുവാക്കൾക്ക് അപകടം നടന്ന സംഭവത്തിൽ നടനും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. രാജു ഓടിച്ചിരുന്ന കാർ ബൈക്കിൽ ഇടിച്ച ശേഷം 2 യുവാക്കൾ റോഡിൽ തെറിച്ചു വീണിട്ടും വാഹനം നിർത്താതെ പോയി എന്നും അപകട വിവരം ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചില്ല എന്നുമുള്ള കുറ്റങ്ങളാണ് മണിയൻപിള്ള രാജുവിനെതിരെ ചുമത്തിയിട്ടുള്ളത്. വെള്ളിയാഴ്ച രാവിലെ തന്നെ രാജു തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. ഇതേ തുടർന്ന് വൈദ്യപരിശോധന നടത്തുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് മണിയൻപിള്ള രാജുവിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയായിരുന്നു. എന്നാൽ ബൈക്ക് തന്റെ വാഹനത്തിൽ വന്നിടിക്കുകയായിരുന്നുവെന്നും പേടിച്ചു പോയത് കൊണ്ടാണ് വാഹനം നിർത്താതെ ഓടിച്ചു പോയതെന്നും രാജു പറയുന്നു. അപകടം ഉണ്ടായപ്പോൾ തന്നെ സുഹൃത്തുക്കളെ വിളിച്ചു പറയുകയും ഉടൻ തന്നെ ആംബുലൻസിന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തുവെന്നും രാജു കൂട്ടിച്ചേർത്തു. വാഹനം ഓടിച്ചത് താൻ തന്നെയായിരുന്നുവെന്ന് മണിയൻപിള്ള രാജു സമ്മതിച്ചിട്ടുണ്ട്. നടൻ ഓടിച്ചിരുന്ന കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രാജുവിന്റെ വോൾവോ കാർ ഇടിച്ചാണ് ബൈക്ക് യാത്രികരായ യുവാക്കൾക്ക് പരിക്കേറ്റത്. അതിവേഗത്തിലെത്തിയ ബൈക്ക് കാറിലിടിച്ച് തെറിച്ചു പോവുകയായിരുന്നു. ശ്രീകണ്ഠേശ്വരം സ്വദേശികളായ നിദേവ്, സൂരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരും ചികിത്സയിലാണ്.